ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലമാണ്. ഇന്ന് ജൂൺ 17 പക്ഷേ ഇവിടെ 4 ദിവസമായി മഴ പെയ്തിട്ട് നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് മഴയത്ത് നല്ലൊരു സന്തോഷമാണ്. കാരണം നമുക്ക് ഒരുപാട് ചെടികളൊക്കെ ഉള്ളവർക്ക് മഴ പെയ്യുമ്പോൾ നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ സൺസൈഡിൻ്റെ സൈഡിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്ന ചെടികൾക്ക് പോലും നമുക്കറിയാം വെള്ളത്തിൻ്റെ മഴവെള്ളം ഇറ്റുറ്റി വീഴുന്നത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. മഴയത്ത് നനയ്ക്കേണ്ട. പക്ഷേ ഇപ്പോൾ 4 ദിവസം കൊണ്ട് നന്നായിട്ട് വെയിലായതുകൊണ്ട് നനയ്ക്കേണ്ട ഒരു ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ബലിപെരുന്നാളാണ്. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ള നല്ലൊരു അഗ്ലോണിമ പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ബേബി പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ആവശ്യമുള്ളവർക്ക് നമുക്കറിയാം, നല്ല രീതിയിൽ നമുക്ക് ഈ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഒരു 2 ദിവസം നനച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഹൈബ്രിഡ് വെറൈറ്റികളും അതുപോലെ തന്നെ നാടൻ വെറൈറ്റികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കറിയാം, പിങ്ക് ലെഗസി, അതുപോലെ തന്നെ ഗ്രീൻ ലെഗസി, അതുപോലെ തന്നെ നമുക്ക് റെഡ് ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ വേനൽക്കാലത്തും അതുപോലെ തന്നെ മഴക്കാലത്തും നല്ല രീതിയിൽ പരിചരിക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്. കാരണം മഴ കൂടുതൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഈ തണ്ടൊക്കെ ചീഞ്ഞു പോകും. അതുപോലെ തന്നെ വെയിൽ കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ ഇത് മാത്രമേ ഇവിടെ 2 സ്ഥലം ഒന്ന് ബേണായിട്ട് കാണുന്നുള്ളൂ. ഇതുപോലെ ബേണായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് സീസണിലും നന്നായിട്ട് കെയറിങ് ചെയ്യേണ്ട നല്ലൊരു ചെടിയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കേട്ടോ. നമുക്കിത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ. ഞാനിത് ഇൻഡോറിൽ വെച്ചിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് ഡീപ്പായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അന്നേരം ഒന്ന് നനയ്ക്കുക. നമ്മൾ ഇൻഡോറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ മാത്രം അത് മണ്ണ് ഡ്രൈ ആണെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമുക്കറിയാം, ബേബി പ്ലാന്റ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇത് ഒരുപാട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ ഒരു 3 ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതിലും കുഞ്ഞ് ബേബി പ്ലാന്റ് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലൊക്കെ നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള ചെടികൾ നമുക്കിങ്ങനെ ഈ തണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഈ മേൽഭാഗം നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തണ്ടുമെന്ന് നമുക്ക് പുതിയ തൈകൾ വരുന്നതും കാണാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് വളർത്തുന്നത് എന്തായാലും ശ്രദ്ധിക്കുക. മഴയത്തായാലും വെയിലത്തായാലും നന്നായിട്ട് കെയറിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്ലാന്റിനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാസത്തിലൊരിക്കൽ നമ്മൾ നന്നായിട്ടുള്ള ഫെർട്ടിലൈസർ, അത് ഓർഗാനിക് ആയാലും വേണ്ടില്ല കെമിക്കലായാലും നല്ല ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നന്നായിട്ട് നമ്മൾ വളം ചെയ്താൽ ഏത് ചെടി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളം ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ്ങിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരുപാട് പല വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട്. ഞാൻ സെയിൽ നടത്തുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.